നമസ്കാരം. കടകംപള്ളിക്ക് CPM സീറ്റ് നൽകില്ല. കടകംപള്ളിക്ക് കുരുക്കുമുറുക്കി ഏജൻസികളുടെ അന്വേഷണം. പാർട്ടിയിലെ മുതിർന്ന നേതാവിനെതിരെ അന്വേഷണം. ആ അന്വേഷണ ഏജൻസികൾ കൂടുതൽ മുന്നോട്ട് പോകുന്നു. റിപ്പോർട്ടുകൾ കോടതിയിൽ നൽകുന്നത് ഇതൊക്കെ നിസ്സാരമായി കാണുവാൻ ഒരു പാർട്ടിക്ക് കഴിയുമോ? സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു മുൻ മന്ത്രിയുടെ പേര് വരുന്നത് CPMനെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണ ഏജൻസികളുടെ ഈ യാത്ര എന്ന് പറയുന്നത്. കടകംപള്ളിക്ക് കുരുക്ക് മുറുക്കുകയാണ് ഈ അന്വേഷണ ഏജൻസികൾ. സ്വർണ്ണക്കടത്തിലെ പുതിയ മൊഴികളൊക്കെ ഇപ്പോൾ കോടതിയിലുണ്ട്. ഇതൊക്കെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് പോറ്റിയുടെ മൊഴി പാർട്ടിക്കും സർക്കാരിനും കടകംപള്ളിക്കുമൊക്കെ കുരുക്കായി മാറുന്നത്. അപ്പോഴാണ് CPMന്റെ ആലോചന, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കടകംപള്ളിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ, കടകംപള്ളിക്ക് സീറ്റ് നൽകേണ്ടതുണ്ടോ, ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസിൽ CPM മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണ ഏജൻസികളുടെ നീക്കം ശക്തമാവുകയാണ്. കേസിലെ പ്രതികൾ നൽകിയ പുതിയ വെളിപ്പെടുത്തലുകളും SITയുടെ റിപ്പോർട്ടും കടകംപള്ളിക്കെതിരായതോടുകൂടിയാണ് CPM സംസ്ഥാന നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിമരുന്നിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. നേരത്തെ സോളാർ കേസിലടക്കം പ്രതിരോധത്തിലായ CPMന് സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു മുൻ മന്ത്രിയുടെ പേര് കൂടി ഔദ്യോഗികമായി വരുന്നത് ഒരു വലിയ തിരിച്ചടിയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ നൽകിയ രഹസ്യമൊഴിയാണ് ഇപ്പോൾ കടകംപള്ളിക്ക് വിനയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഔദ്യോഗിക വസതിയിലെ ചർച്ചകൾ, സ്വർണ്ണക്കടത്തിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സംരക്ഷണം ഉറപ്പാക്കുവാൻ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം ഗൂഢാലോചന നടന്നതായിട്ടുള്ള മൊഴി, ഉദ്യോഗസ്ഥ തലത്തിലെ ഒത്താശ, മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണക്കടത്ത് സംഘത്തിന് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒത്താശകൾ, ഇതിനൊക്കെ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള ആരോപണമടക്കം കടകംപള്ളിക്കെതിരെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമൊക്കെ കടകംപള്ളി സുരേന്ദ്രന് എതിരാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇതിനകത്തുണ്ടായിട്ടുണ്ടോ? അതായത് കടത്ത് സുഗമമാക്കുന്നതിന് പ്രത്യുപകാരമായിട്ട് വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നതായിട്ടുള്ള സൂചനകളുണ്ട്. ഇവിടെ മന്ത്രി ഗണേശനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഈ സ്വർണ്ണക്കടത്ത് കേസിലും ഒരു മുതിർന്ന നേതാവിന്റെ പേര് വരുന്നത് CPMനെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ CPMന് സ്വന്തം നേതാവിനെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത് ധാർമ്മികമായിട്ടുള്ള വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാവിനെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് നിസ്സാരമായിട്ട് കാണാനാവില്ല. സോളാർ കേസിലും മറ്റുമൊക്കെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിലും ഒരു മുൻ മന്ത്രിയുടെ പേര് വരുന്നത് ഭരണപക്ഷത്തെ ആകെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. പ്രതികളുടെയൊക്കെ മൊഴികൾ ക്രോഡീകരിച്ച് അന്വേഷണ ഏജൻസികൾ മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാൻ കോടതി അനുമതി നൽകിയാൽ കടകംപള്ളി സുരേന്ദ്രന് അത് വലിയ നിയമക്കുരുക്കാകും. SIT റിപ്പോർട്ടും കടകംപള്ളിക്ക് അനുകൂലമല്ല എന്നത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുമാണ് കടകംപള്ളി സുരേന്ദ്രനും പാർട്ടിയും ഒക്കെ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള റിപ്പോർട്ടിലെ വിവരങ്ങൾ അത് പുറത്തു വരുന്നതോടെ മാത്രമേ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ യഥാർത്ഥ ആഴം അത് വ്യക്തമാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് വീണ്ടും സീറ്റ് നൽകുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ പോലൊരാൾക്ക് CPM ഒരിക്കലും സീറ്റ് നൽകില്ല. കടകംപള്ളിക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം പെട്ടു നിൽക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയും ഒപ്പം തന്നെ CPM. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് കുരുക്ക് മുറുക്കി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഒരു സീറ്റ് നൽകി MLA ആയി മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ട എന്ന് പാർട്ടി സ്വയം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് CPM സീറ്റ് നൽകില്ല. കടകംപള്ളിയുടെ കുരുക്ക് എന്ന് പറയപ്പെടുന്നത് അന്വേഷണ ഏജൻസികൾ മുറുക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു വരുവാൻ കടകംപള്ളിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്.